സോൾസാറാണ്. നമ്മുടെ +2 സേ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവർ അല്ലെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവർ ഒത്തിരി ഒരു കൺഫ്യൂഷൻ അടിച്ച് അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അടുത്തൊരു റിസൾട്ട് വരുമ്പോഴത്തേക്കാണ്. നമ്മളിപ്പോൾ കാണിക്കുന്ന ഓരോ അബദ്ധത്തിൻ്റെയും ആ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ എത്തിപ്പെടുന്നത് ഇപ്പോഴും ചെയ്യുന്ന ചില കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞാണ് പഠിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ നഷ്ടം നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്കിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് ഉറപ്പിക്കണം. ഇപ്പോൾ ഈ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞതാണ് ഞാൻ ഇന്നത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെന്തായാലും അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കയറിയത് കാണാൻ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പല കുട്ടികൾക്കും ഏതെഴുതണം എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ. ഏതെഴുതണം എന്നുള്ള പ്രശ്നം. എൻ്റെ നോട്ടത്തിൽ നമ്മളിപ്പോൾ ഞാൻ ഓഫീസിൽ ചോദിച്ച് പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോറ്റ പേപ്പർ എഴുതിയാൽ മതി. ഇപ്പം ഒരു സബ്ജക്റ്റിൻ്റെ +1 ആൻഡ് +2 +1 പാസ്സായിട്ടുണ്ടെങ്കിൽ +2 മാത്രം എഴുതിയാൽ മതി. അതിപ്പോഴും ഞാൻ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടത്, അങ്ങനെ തന്നെ പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിന് ഇതുണ്ട്, രണ്ടും എഴുതാൻ പറ്റുന്നവർ എഴുതുന്നത് ഇച്ചിരി സേഫ് ആണെന്നാണ് പറയുക. കാരണം സ്കൂളിലെല്ലാം പറയുന്നത് രണ്ടും എഴുതണമെന്നാണ്. പക്ഷെ അവിടെ പറയുന്നത് ഇങ്ങനെ. അപ്പോൾ അതൊരു കൺഫ്യൂഷനുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിച്ച് തുടങ്ങേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടങ്ങിക്കോണം. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ലേറ്റാക്കിക്കൊണ്ടിരിക്കുകയല്ല. ഏത് പഠിക്കണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് അതൊരു കാരണം വെച്ചുകൊണ്ട് സ്വയം നമ്മളെ തന്നെ നമ്മളെന്ത് ചെയ്യുക, സമാധാനിപ്പിക്കുക. നീ പതുക്കെ പഠിച്ചാൽ മതി. അപ്പം നിങ്ങളതിനെ കാരണം കരുതും എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പഠിക്കാതിരിക്കുന്നത്. അങ്ങനെ പഠിക്കാതെ കുറച്ച് ദിവസം കളയാനുള്ള രീതിയിൽ കൂടെയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഓരോ ദിവസം കഴിയുന്തോറും എക്സാമിലോട്ട് അടുക്കുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങും. അപ്പോഴത്തേക്കൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട സമയമാവും. അതിന് മുൻപേ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങേണ്ടത് ഉറപ്പിക്കണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ +1 +2 ഏതോ ഒരു സബ്ജക്റ്റ് +1 ഇപ്പോൾ നിങ്ങൾക്ക് 12 മാർക്കേ ഉള്ളൂ, +2 21 ഉണ്ട്. ഓക്കെ, നിങ്ങൾ തോറ്റു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പിക്കുക എന്തായാലും +1 എന്തായാലും എഴുതുന്നത് നല്ലതായിരിക്കും, ഉറപ്പിക്കണം. അപ്പോൾ അവിടെ ഉറപ്പിക്കണം. അപ്പോൾ പിന്നെ +2 കാര്യത്തിലേ ഉള്ളൂ. +2 എന്തായാലും 18 കിട്ടേണ്ടടുത്ത് 21 ആയുള്ളൂ. ഒരു 3 മാർക്കല്ലേ കൂടിയത് കിട്ടുകയുള്ളൂ. വേണമെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് എഴുതാം, ഇല്ലെങ്കിൽ അത് വിട്ടേക്കുക. പക്ഷെ ഉറപ്പിക്കണം, +1 പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഈ +1 നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ജയിച്ചത് നല്ല മാർക്കിലാണെങ്കിൽ വേണം നമ്മളൊക്കെ അതിനെ വിടാം. ജയിച്ചതൊരു നേരിയ വ്യത്യാസത്തിലേ ഉള്ളൂ, വേണമെങ്കിൽ അതുകൂടെ ഒന്ന് പഠിച്ചറിയാം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. അല്ലാതെ ഇനിയും നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് നിങ്ങൾ ജീവിതം നഷ്ടപ്പെടുത്തല്ലേ, പഠിത്തം നഷ്ടപ്പെടുത്തല്ലേ, നിങ്ങളുടെ ഒരു വർഷം പിന്നെയും നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയേ ചെയ്യരുത് കേട്ടോ. എത്രയും വേഗം പഠിക്കേണ്ടതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള രീതികൾ കൂടി പഠിച്ചു തുടങ്ങേണ്ട സമയമായി. ഓക്കെ, ഞാൻ നമ്മുടെ ക്ലാസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഒരാൾക്ക് ജയിക്കാനുള്ള ഉറപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് തരുന്നത്. 3 സബ്ജക്റ്റും തരുന്നുണ്ട്. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. അതിനകത്ത് +1 ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്, +2 സേയുടെ ഉണ്ട്. ഓക്കെ, ഈ +2 സേ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. ആദ്യമേ ഞാൻ +2 സേ എഴുതണോ? അല്ല, നമ്മൾ ആദ്യം +2 റെഗുലറുകാരുടെ കൂടെ എഴുതി പിന്നെ തോറ്റാൽ മതി, +2 എഴുതിയാൽ മതി, സേ എഴുതിയാൽ മതി കേട്ടോ. നേരിട്ട് പോയി സേ എഴുതുക എന്നുള്ള ആ തീരുമാനമല്ല കേട്ടോ. പലർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഓരോ കൺഫ്യൂഷൻ വന്ന് നമ്മുടെ മനസ്സിൻ്റെ സമയം കളഞ്ഞ് കാര്യങ്ങളെല്ലാം പോയി നമ്മളെ ആകെ ഒരു പരുവത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഒരു നിമിഷം മുമ്പ് ഇത് ജയിക്കാൻ ഉറപ്പിച്ചുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം. നമ്മുടെ ആ മൊബൈൽ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഉപയോഗിക്കുന്നത് വേറെ ചുമ്മാതെ കുറേ സമയം കളയുന്നു എന്നുള്ള ഒരാളുണ്ടെങ്കിൽ മാറ്റിവെക്കണം. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിച്ചത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടേ പഠിച്ചു തുടങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ മൊബൈൽ നോക്കി പഠിക്കുന്നവരാണെങ്കിൽ പഠിച്ചു. അത് പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ട് 5 മിനിറ്റ് കണ്ടിട്ട് പിന്നെ 1 മണിക്കൂർ സോഷ്യൽ മീഡിയയിലോട്ട് കയറുന്നത് നഷ്ടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ വളരെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിച്ച് പഠിക്കാൻ വേണ്ടി ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ആവശ്യമാണ്. ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിനേക്കാളും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളെ തരപ്പെടുത്തി എടുക്കേണ്ടത്. വേറെ ആൾക്ക് എത്ര പറഞ്ഞാലും ഒരു പരുവം വരെ നിങ്ങളോട്ട് അടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളോട്ട് അടുക്കാൻ പറ്റും. പഠിക്കേണ്ടതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ മനസ്സിൽ ഉറച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ആവശ്യവും വീട്ടിലെ എല്ലാവരുടെയും സന്തോഷം കൂടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരു കുട്ടി വീട്ടിലിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഫെയിലായ വീട്ടുകാരെല്ലാം നീ ഒന്ന് ജയിക്കുന്നത് കാണാൻ വേണ്ടി നോക്കിയിരിക്കുക. ആ ഒരൊറ്റ ആഗ്രഹം മതി. നിങ്ങളെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടത്തിനൊക്കെ നടന്നുകൊണ്ടിരുന്ന വീട്ടുകാർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പഠിച്ച് ജയിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഒന്ന് മെനക്കെടുന്നതുകൊണ്ട് എന്ത് നഷ്ടം?
ഒരു നഷ്ടവുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് എടുത്ത് അടിപൊളിയായിട്ട് പഠിച്ചോ. നമ്മൾ മാക്സിമം നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ക്ലാസ് വരും. പിന്നെ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ജോയിൻ ചെയ്താൽ മതി, ഉറപ്പിച്ച് ജയിപ്പിച്ച് തരും കേട്ടല്ലോ. ഒരു ഇതില്ല, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ എന്ത് ഡൗട്ട്സോ നിങ്ങളുണ്ടെന്ന കൺഫ്യൂഷനോ പഠിക്കേണ്ടതിനെക്കുറിച്ചുള്ള പ്ലാനോ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതോ ഇപ്പോൾ ഓരോ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെ പഠിക്കണം അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചാൽ മതി, കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലവരും പഠിക്കുക. എല്ലാവരും ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന പോലല്ല, നിങ്ങളുടെ ഒരു വർഷം ഓൾറെഡി നഷ്ടപ്പെട്ടവരാണ്. ഇനി നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നല്ലപോലെ അങ്ങോട്ട് ചിന്തിക്കുക, നല്ലപോലെ പഠിക്കുക. ഗുഡ് ബൈ.